അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചിലവ് കുറഞ്ഞ ഒരു ലോ ടെക് പ്ലാന്റഡ് അക്വേറിയം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. വീട്ടിൽ ഗപ്പീസ് മോളീസ് അങ്ങനെ ടാങ്കിലിട്ട് വളർത്താമെന്നല്ലാണ്ട് ഇങ്ങനൊരു ഗ്ലാസ് ടാങ്കിൽ പ്ലാന്റഡ് ആയിട്ടുള്ളൊരു അക്വേറിയം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഗൂഗിളിലും മറ്റു പലരോടും ചോദിച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് തന്നെയാണ് നമ്മൾ യൂട്യൂബ് ചാനലും തുടങ്ങിയത്. അപ്പോൾ ചെയ്ത പ്ലാന്റഡ് അക്വേറിയമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും കുറേ അബദ്ധങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മൾ 5mm ഗ്ലാസ്സാണ് മേടിച്ചത്. 2 അടി നീളത്തിൽ, 1 അടി വീതിയും 1 അടി ഉയരം. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിക്കുന്നതൊന്നും കൂടുതലായിട്ട് കാണിക്കില്ല. ഇത് യൂട്യൂബ് ഒരുപാട് ചാനലുകൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻഡ് ആയിട്ടൊന്നും ചെയ്തതല്ല. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുത്ത കാരണം അങ്ങനെ ചെയ്തു എന്നുള്ളൂ. ലാസ്റ്റ് പ്ലാന്റഡൊക്കെ ആയിപ്പോൾ വീഡിയോ എടുക്കാമെന്നുള്ളൊരു ഇതായുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അക്വാസോയിലും മറ്റുള്ള സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് കടകളിൽ. നമ്മൾ വളരെ ലോട്ടൊക്കെ ഉണ്ടാക്കുന്ന കാരണം നമുക്ക് പുഴ മണലൊക്കെ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റിയെങ്കിൽ സംഘടിപ്പിക്കുക. അപ്പോൾ നമ്മളങ്ങനെ സംഘടിപ്പിച്ചിട്ടുണ്ട് കുറച്ച് മണൽ. ആ മണൽ നന്നായി കഴുകിയതിന് ശേഷം നമ്മളത് അക്വേറിയത്തിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. നമ്മൾ വീട്ടിലെ ചട്ടുകം തന്നെ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇടാനൊരു സുഖത്തിന് ഇതിനുള്ള ഉപകരണങ്ങളൊക്കെ കടകളിൽ ലഭ്യമാണ്. നമ്മൾ വളരെ ചിലവ് ചുരുക്കിയ കാരണം നമ്മളതൊന്നും മേടിക്കാൻ നിൽക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചട്ടുകൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. മണലുണ്ടെങ്കിൽ നന്നായി ഇടാം. അത് അത്രയും ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കനത്തില്ലേ, ഞാൻ അത്രയൊന്നും ഇട്ടിട്ടില്ല. അത്രയും അവൈലബിൾ ആയിരുന്നില്ല മണൽ. അപ്പോൾ അതിനെ നമുക്ക് കിട്ടുന്നതനുസരിച്ച് ഇടാം. നമുക്ക് കുറച്ച് കയറ്റം ഇറക്കമൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. എനിക്ക് മണലധികം ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇങ്ങനെ പരത്തി ഇട്ടേണത്. അപ്പോൾ നല്ല വെട്ടുകല്ലൊക്കെ ഉണ്ടെങ്കിൽ തല്ലി പൊട്ടിക്കുക. അപ്പോൾ നന്നായി വെള്ളത്തിൽ ലയിക്കുന്നതാണെങ്കിൽ വേണ്ട. നല്ല ഉറപ്പൊക്കെ ഉള്ളതാണെങ്കിൽ അത് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ വയ്ക്കാം. കുറച്ച് ഗ്രാവൽസ് ഉണ്ടായിരുന്നു, നമ്മളത് ഉണ്ടെങ്കിൽ മേടിക്കുക. ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടെ കുറച്ച് ഉണ്ടായിരുന്നു, അപ്പം ഞാനത് കഴുകിയിട്ടു എന്നുള്ളൂ. അത് കടകളിൽ എത്ര കിലോന് 20 രൂപ അങ്ങനെയാണ് റേറ്റ് വരണത്. അപ്പം നമ്മുടെ ഭംഗിക്ക് അനുസരിച്ച് എങ്ങനെയാണോ അതേപോലെ ചെയ്താൽ മതി. നമുക്കൊരു ഐഡിയാസ് ഉണ്ടാവുമല്ലോ. ഞാൻ കുറേ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് പുഴമണലും കുറേ പേര് അക്വാസോയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. വലിയ വിലയും കാര്യങ്ങളൊക്കെ ആവും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇടുമ്പോൾ, ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പുഴമണലാവുമ്പോൾ ഒരുപാട് ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരുവിധം ചെടികളും നമ്മൾ കടയിൽ ചോദിച്ചാൽ മതി. പുഴമണലിൽ വളരുന്ന പ്ലാന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ. CO2 ഒന്നും ഇല്ലാത്തത്. കുറേ ചെടികൾക്ക് CO2 നമ്മൾ അഡീഷണൽ കൊടുക്കണം, ഫെർട്ടിലൈസർ അഡീഷണൽ കൊടുക്കണം. അപ്പോൾ നമ്മളതൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഒരു സാധാരണ ഒരു അക്വേറിയം ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ ആദ്യമേ പറഞ്ഞു നമ്മൾ പ്ലാന്റ് ഒന്നല്ല. അപ്പോൾ വീഡിയോ എടുത്തേണ്ടത് ആ സമയത്ത് ചിലപ്പോൾ എടുത്തു എന്നുള്ളൂ, കുറേയൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്ലാന്റ് ആമസോൺ സോഡാണ്. അപ്പോൾ ഇത് വലിയ കെയറൊന്നും വല്ലാത്ത രീതിയിലൊന്നും വേണ്ട. ലോ ലൈറ്റ് കണ്ടീഷനാണ്. ലോ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 500 to 1000 ലൂമിനസ്. മീഡിയം എന്ന് പറയുമ്പോൾ 1000 തൊട്ട് 2000 ലൂമിനസ് വരും. എൻ്റെ ടാങ്കിനനുസരിച്ച് ഒരു 50 ലിറ്റർ വെള്ളത്തിനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലോ ലൈറ്റ് ഒരു മീഡിയം ലൈറ്റ് പ്ലാന്റ്സാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ ചെടികൾ ഇതായി പോകും, കേടുപാടുകൾ സംഭവിക്കും. നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ വയ്ക്കാം. അപ്പോൾ നമ്മൾ കല്ലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയ്ക്കുക. ഫിഷസ് എന്തെങ്കിലും കുത്തിമറിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വാട്ടറിൽ കിണറിൽ എന്തെങ്കിലും വെള്ളം ഫോഴ്സായിട്ട് വരിക. അപ്പോൾ എന്തെങ്കിലും ഇളക്കി മറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് എന്തെങ്കിലും കയറ്റി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല.
അപ്പോൾ നമ്മൾ സാധാരണ പ്ലാന്റഡ് അക്വേറിയത്തിന് ഇൻറ്റേർണൽ ഫിൽറ്റർ യൂസ് ചെയ്യില്ല. അതിൻ്റെ ഉള്ളിൽ വെള്ളം ഫോഴ്സ് വന്നിട്ട് ചെടികളൊക്കെ ഇളകി മറിയും. അപ്പോൾ നമ്മൾ ഹാങ് ഓൺ ഫിൽറ്റർ കിട്ടും, അത് വെച്ചാൽ മതി. ഞാൻ അപ്പോൾ ഇൻറ്റേർണൽ ഫിൽറ്ററാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഹാങ് ഓൺ ഫിൽറ്റർ മേടിച്ചു. ഇത് ഹൈഡ്രോഫില ഡിഫോർമിസ് ആണ്. അതും ഒരു ലോ ലൈറ്റ് കണ്ടീഷൻസിൽ വളരണ ചെടിയാണ്. ഞാനിപ്പോൾ ഒരു LED ട്യൂബ് വെച്ചാണത്. ഒരു 10 വാട്ടിൻ്റെ 1000 ലൂമിനസ് ഉള്ള ട്യൂബാണ് വെച്ചാണത് കേട്ടോ. നമുക്ക് എവിടെയാണ് ചെടി സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വെച്ചിട്ട് എനിക്ക് ഭംഗി തോന്നിയില്ല വെച്ചിട്ട് ഞാൻ വേറെ 2-3 സ്ഥലത്തേക്കാണ് 2-3 ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അത് തുടർന്നുള്ള വീഡിയോസിൽ കാണാൻ പറ്റും. ഈ ചെടി ഞാൻ ഷോപ്പിൽ പോയപ്പോൾ മേടിച്ചാണ്. പിന്നീടാണ് നെറ്റിൽ നോക്കിയപ്പോൾ വെരി ബ്രൈറ്റ് ലൈറ്റ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ചെടികളുടെ ഇലകളൊക്കെ കൊഴിയണപ്പോഴാണ് ഞാൻ നോക്കിയത്. പിന്നെ അതെടുത്ത് പുറത്തൊരു സിമെൻറ്റ് ടാങ്ക് ഉണ്ടായിരുന്നു, ഗപ്പീസിന് കൊള്ളത്തുണ്ട്, എനിക്ക് എടുത്തിട്ടു. ഇത് നമ്മുടെ ലോ ലൈറ്റ് കണ്ടീഷനിൽ അധികം ഇതാവില്ല. ചെടിയുടെ പേര് എനിക്കറിയില്ല, ഞാൻ അറിയാണ്ട് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ഈ അക്വേറിയത്തിന് മുന്നേ ബാക്ക്ഗ്രൗണ്ട് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാന്റഡ് അക്വേറിയത്തിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണ്ട, ബാക്ക്ഗ്രൗണ്ട് പിക്ചർ വേണ്ട. ഇപ്പോൾ 2 സൈഡൊക്കെ ആണെങ്കിൽ 2 സൈഡിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതാണ് നമ്മുടെ ഗപ്പി ടാങ്ക്, നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ഇടയിൽ വെച്ചാണത്. അപ്പോൾ ആമ്പലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ ചെടി, ഇപ്പോൾ പറഞ്ഞ ചെടി ഇതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ വെട്ടുകല്ല് വെള്ളത്തിലധികം അലിയാത്ത കല്ലുകൾ വയ്ക്കുക. അപ്പോൾ വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചാൽ മതി. ഇത് വൈഫ് ഉണ്ടാക്കിയതാണ്, ഫിഷേഴ്സ് ലവിങ് കോർണർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിത് ഡ്രിഫ്റ്റ് വുഡ് വെച്ചപ്പോൾ അത് ആ കാലം കൊല്ലായി, അത് മാറ്റേണ്ട വന്നു. പ്ലാന്റൊക്കെ വരുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് വരും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറോ കപ്പോ എന്തെങ്കിലും വയ്ക്കുക, അല്ലെങ്കിൽ മണലിൻ്റെ ഉള്ളിൽ പിന്നെ ഡസ്റ്റ് പിന്നെ ഒന്നുകൊണ്ട് ആകെ കലങ്ങി മറിയും. അപ്പോൾ നമ്മൾ കവർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ചെറിയൊരു തെളിക്കുറവുണ്ടാവും, അത് അടുത്ത തവണ ശരിയായിക്കോളും. അപ്പോൾ നമ്മൾ ഫിഷിനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കവറിൽ തന്നെ ഇടാം. ഇപ്പോൾ ടൈഗർ ബാർബും പ്ലാറ്റിയും ബ്ലാക്ക് മോളിയാണ് ഉള്ളത്. ഇപ്പോൾ എനിക്ക് ആൽഗേറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം ഈ ചെടികളിലെ ആൽഗകളൊക്കെ ബ്ലാക്ക് മോളീസ് എടുക്കും. ചെറിയ തരത്തിലുള്ള ആൽഗകളൊക്കെ തിന്നുന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൽഗേറ്റർ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ഏറിന് അവൈലബിൾ അല്ല, ഓൺലൈനിലും കിട്ടാനില്ല, ടൗണിലും കിട്ടാനില്ല. അവസാനം കിട്ടി, നമ്മൾ വീഡിയോസിൽ കാണാൻ പറ്റും. അപ്പോൾ മാക്സിമം നമ്മൾ ചെടികൾ നിറയ്ക്കേണ്ട. അപ്പോൾ ആൽഗകൾ നിറയും. അപ്പോൾ അതിനാണ് നമ്മൾ ആൽഗേറ്ററിനെ മേടിച്ച് വെക്കുക. നമ്മൾ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടോപ്പ്, അക്വേറിയം ടോപ്പ്. അപ്പോൾ അതിന് പെയിൻ്റ് അടിച്ച് ഒരു വിനൈലിൻ്റെ ഷീറ്റാണ് നമ്മൾ കൂട്ടുകാരൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ ബാലൻസ് എനിക്ക് തന്നു. പിന്നെ അതിൻ്റെ ആ ടോപ്പ് കവറും ഗ്ലാസും ഒക്കെ ഒട്ടിച്ച് വെക്കാൻ നമ്മുടെ കൂട്ടുകാരനും ഒരു ദേവനും കൂടി ഒരുമിച്ച് നമ്മൾ വീട്ടിൽ ഒരുമിച്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ തന്നെ നമ്മൾ 2-3 ചെടി വരുത്തിയിട്ടുണ്ടായിരുന്നു, ജാവമോസും സജിറ്റീരിയ സുബുലേറ്റയും. അപ്പോൾ നമുക്ക് അതും പ്ലാന്റ് ചെയ്യണത് ഒരു ഡ്രിഫ്റ്റ് വുഡ് ഞാൻ തന്നെ തയ്യാറാക്കിയതാണ്. ഡ്രിഫ്റ്റ് വുഡിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ജാവമോസ്. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല, അതാണ് പറഞ്ഞത്. ഒന്നും പ്ലാന്റ് അല്ലായിരുന്നേ. അപ്പോൾ സാധനം സെറ്റ് ചെയ്തു. അവസാനമായി ഇപ്പോൾ വീഡിയോ എടുക്കണമെന്ന് തോന്നി. അപ്പോൾ കയ്യിലുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ജാവമോസ് നമ്മൾ ആ ഡ്രിഫ്റ്റ് വുഡിലും
നമ്മൾ ആ ചെങ്കല്ലിലും ചെറുതായിട്ട് നൂലുകൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ കാണാം അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണാം ജാവമോസ് സെറ്റ് ചെയ്യുന്നത്. ആ പച്ചനൂലുകൊണ്ട് ഒരു പച്ചനൂല് തന്നെ എടുത്തിട്ട് നൈസായിട്ടൊന്ന് കെട്ടിയാൽ മതി. ആ സജിറ്റീരിയ സുബിലായിട്ട് നമ്മൾ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഓൺലൈനിലാണ് വരുത്തിയത്. ചെറിയൊരു കേടുപാടുണ്ടെന്ന് തോന്നുന്നു. മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ അടുത്തുനിന്നുള്ള ഷോപ്പിൽ തന്നെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി മേടിക്കാം. ചില ഷോപ്പുകളിലൊക്കെ നല്ല പൈസ മേടിക്കണത്. ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ റേറ്റിന് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തലേദിവസം തന്നെ പോയിട്ട് എനിക്ക് ആൽഗേറ്ററിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് സയാമീസ് ആൽഗേറ്റർ. അപ്പോൾ നന്നായി ആൽഗ കഴിച്ചോളൂ. അപ്പോൾ ഈ ചെടികളുടെ ഇടയിലും കല്ലിൻ്റെ ഇടയിലൊക്കെ ഒളിച്ചിരുന്നോളൂ. ടൈഗർ ബാർബ് സിക്ലിഡ് വിഭാഗത്തിൽപ്പെട്ടൊരു ഫിഷാണ് ഇത്. കാണാൻ നല്ല ഭംഗിയാണ്. സ്കൂളിംഗ് ആയിട്ട് കിടന്ന് നടന്നോളൂ. ഇത് ആൽബിനോ ആൽഗേറ്ററാണ്. ചൈനീസ് ആൽഗേറ്റർ എന്നൊക്കെ പറയും. അതും ഞാൻ ഒരു ജോഡി മേടിച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ആൽഗ കഴിച്ചോളും. ഈ പ്ലാന്റഡ് അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയൊന്നും എനിക്കറിയില്ല. അതൊക്കെ ഒന്ന് നമ്മൾ നോക്കിയിട്ട് വേണം. അപ്പം അത്യാവശ്യം ആൽഗ അത് ബ്ലാക്ക് മോളിയും കഴിക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഇത്. നമ്മുടെ സീബ്രാനെ ഇട്ടുണ്ട്. സീബ്ര ഡാനിയസ് 2 കളറുണ്ട് അത്. അപ്പോൾ ഒരു 8 തരം മീനാണ്. ഒരു കമ്മ്യൂണിറ്റി ഫിഷ് ടാങ്കാണ് നമ്മൾ വെച്ചേണ്ടത്. പ്ലാറ്റി ഉണ്ട്, ബ്ലാക്ക് മോളി ഉണ്ട്, ടൈഗർ ബാർബ് ഉണ്ട്. സിക്ലിഡ് സ്പീഷീസിൽപ്പെട്ട ഒരു ബ്ലൂ കളറിൽ കാണുന്നത് സിക്ലിഡ് സ്പീഷീസിൽപ്പെട്ടതാണ്. പിന്നെ 2 തരം ആൽഗൈഡേഴ്സ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഫിഷ് ടാങ്കാണ്. ഒരുവിധം നമ്മൾ വ്യത്യസ്തമായ തരങ്ങളിലുള്ള ടാങ്ക് മേറ്റ്സിനെ നോക്കണം കേട്ടോ. നമ്മൾ ടൈഗർ ബാർബിന് ചില ഫിഷൻസിനെ പറ്റില്ല. ഞാൻ നിയോൺ ടെട്രാനെ മേടിച്ചിട്ടിട്ട് നിയോൺ ടെട്രാനെ അറ്റാക്ക് ചെയ്തു. നിയോൺ ടെട്രാ കാണാൻ നല്ല ഭംഗിയാണ് പ്ലാന്റഡ് ടാങ്കിന്. അപ്പം അത് എനിക്കറിയാണ്ട് മേടിച്ചതാണ്. അപ്പം നമ്മളത് ചോദിച്ചിട്ട് മേടിക്കണം. അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ടൈഗർ ബാർബിൻ്റെ ടാങ്ക് മേറ്റ്സ് ഏതൊക്കെയാണ്. അല്ലെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യും. ഇതിൽ ടാങ്കിൽ എടുക്കുന്ന ഒരുവിധം മീനും നല്ല അഗ്രസീവായിട്ടുള്ള മീനുകളാണ്. സ്പീഡ് കുറഞ്ഞിട്ടുള്ള മീനുകൾ ഇടാണ്ടിരിക്കാൻ നല്ലത്. പിന്നെ നമ്മൾ വേറെ 2 വെറൈറ്റി ചെടികളും കൂടി മേടിച്ചിട്ടുണ്ട്. വാലിസ്നേറിയ മേടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബ്രസീലിയൻ പെന്നിവർട്ടും മേടിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലിരിക്കേണ്ടിരുന്ന ഒരു ശംഖ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ വീട്ടിലുണ്ടായ ഒരു ഉണങ്ങിയ മരം വെച്ചിട്ട് ഡ്രിഫ്റ്റ് തയ്യാറാക്കിയതാണ്. അപ്പോൾ നന്നായി വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. അതിൻ്റെ ഫംഗലും ബാക്ടീരിയസൊക്കെ ഉണ്ടെങ്കിൽ പോകണം. അപ്പോൾ ഇത് 2.5 വാട്ടിൻ്റെ ഒരു ഹാങ് ഓഫ് ഫിൽറ്ററാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പിന്നെ ഡ്രിഫ്റ്റ് നന്നായി വെള്ളത്തിൽ ഒരാഴ്ച മുക്കി വയ്ക്കണം കേട്ടോ. അത് വെള്ളം കുടിച്ചിട്ടൊന്ന് താഴ്ന്നിരിക്കണം.
ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള ചെടിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വുഡിൽ കിട്ടിയ നൂലുകളൊക്കെ ഒരാഴ്ചയ്ക്കുള്ളിൽ കാണാണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. സീബ്ര ഡാനിയോസ് ആണത്. ഗ്രീൻ മേടിച്ചിട്ടുണ്ട്, ഒരു റോസ് കളറും മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാലോ ഈ അക്വേറിയം ചെയ്താലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എന്തായാലും അറിയിക്കണം. ചെങ്കല്ലും ശംഖൊക്കെ വെച്ച് കാരണം ഒളിച്ചിരിക്കാനൊക്കെ നല്ല സ്ഥലങ്ങളാണ് ഉള്ളത്. പ്ലാന്റഡ് ടാങ്കുകൾ ഇഷ്ടപ്പെടുന്ന ഫിഷസിനെയാണ് നമ്മൾ മേടിച്ചേണ്ടത്. ടൈഗർ ബാർബ് ഇത്തിരി ഇതാണ്, ചില ചെടികളൊക്കെ ഒന്ന് കുത്തിമറിക്കാറുണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം നന്നായി മണലിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കല്ല് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വേറെ വിഷയമൊന്നുമില്ല. പിന്നെ സ്കൂളിംഗ് ആയിട്ട് കിടന്ന് നടക്കണ കാരണം ടൈഗർ ബാർബിനെ കാണാൻ നല്ല ഭംഗിയാണ്. അത് കാരണം ഞാൻ അതിന് മേടിച്ചതാണ്. അക്വേറിയം കുറച്ചും കൂടിയും പ്ലാന്റഡ് ആക്കണം. 2-3 വെറൈറ്റീസും കൂടിയും പ്ലാന്റ് മേടിക്കണം. CO2 നിർബന്ധമുള്ള ചെടികളൊന്നും ഞാൻ ഇപ്പോൾ വെച്ചിട്ടില്ല. ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കണമില്ല. അത് നല്ല ചിലവേറിയ പരിപാടിയാണ്. പിന്നെ ഫെർട്ടിലൈസർ കൊടുക്കേണ്ട ആവശ്യം വന്നാൽ കൊടുക്കണം എന്ന് തോന്നും. പ്ലാന്റിൻ്റെ ഗ്രോത്ത് കുറയുകയാണെങ്കിൽ അത് ചെയ്യേണ്ടി വരും. ഡ്രിഫ്റ്റ് വുഡ് വെച്ച കാരണം ലവിങ് കോർണറും ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശംഖും ചെങ്കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് പുതിയ ലവിങ് കോർണറും തോന്നുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു പ്ലാന്റഡ് അക്വേറിയമാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം, ഞാനത് തിരുത്താം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക് യു.